Welcome to RK's Stories. പ്രിയ പ്രണയിനി ഭാഗം 43. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. അത്രയും നേരം ഉള്ളിൽ കെട്ടിക്കിടന്ന ദേഷ്യവും ആദിയും ഒന്നിച്ചാണ് ദേവന്റെ വാക്കുകളായി പുറത്തേക്ക് വന്നത്. രാവിലെ മുതൽ നിന്നെ വിളിക്കുന്നത് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒളിച്ചിരുന്നാ മതിയോടാ. നിന്നൊന്ന് കിട്ടിയാലല്ലേ ഇനി എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. എന്നാൽ മറുതലയ്ക്കിൽ നിന്നും വിശ്വന്റെ പ്രതികരണം അപ്രതീക്ഷിതമായിരുന്നു. എടാ, നീ ഒന്ന് കിടന്ന് ഒച്ചയെടുക്കുന്നത് നിർത്തിയിട്ട് ഞാൻ പറയുന്നത് കേൾക്ക്. അവന്റെ ശബ്ദത്തിലെ ഗൗരവവും ഭാവവും തിരിച്ചറിഞ്ഞത് കൊണ്ടാവാം ദേവൻ പെട്ടെന്ന് നിശബ്ദനായി. നീ ഇപ്പൊ എവിടെയുണ്ട്? ശ്വാസം അടക്കി പിടിച്ചാണ് ദേവൻ അത് ചോദിച്ചത്. ആ ചോദ്യത്തിന് മറുപടി പറയാതെ വിശ്വൻ തിരിച്ചു ചോദിച്ചു. അത് പറയാം. നിന്റെ കയ്യിലെ വണ്ടി വല്ലതുണ്ടോ? ഉണ്ട്, എന്റെ പഴയ സ്കൂട്ടർ പുറകിലിരിപ്പുണ്ട്. അത് കഴിഞ്ഞ ദിവസമാ വർക്ക്ഷോപ്പിൽ നിന്നും ശരിയാക്കി കിട്ടിയത്. എന്താ? എങ്കില് നീ വേഗം സ്കൂട്ടർ എടുത്തിട്ട് ഇങ്ങോട്ട് വാ. എങ്ങോട്ട്? നിന്റെ വീട്ടിലേക്കാണോ? ദേവൻ സംശയത്തോടെ മുഖം ചൊളിച്ചു. അല്ല, നമ്മുടെ ശ്രീജിത്തിന്റെ മനയിലേക്ക് വന്നാ മതി, ആ കൊയ്യാരത്ത് മനയിലേക്ക്. ആ പേര് കേട്ടതും ദേവൻ അവിശ്വസനീയതയോടെ സ്തംഭിച്ചുപോയി. കൊയ്യാരത്ത് മനയിലേക്കോ? അവന്റെ ശബ്ദത്തിൽ ആശ്ചര്യം നിറഞ്ഞു. എടാ, ജിത്തുവിന്റെ അച്ഛന്റെ കൊലപാതകത്തിന് ശേഷം ആ മന പൂട്ടിയിട്ടിരിക്കുകയല്ലേ, അങ്ങോട്ടോ? അതെ. വിശ്വന്റെ ശബ്ദം താഴ്ന്നു. തൽക്കാലം ഇതാണ് സേഫായ സ്ഥലം. കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ നീ വേഗം എങ്ങോട്ട് വാ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താടാ? മുൻവശത്തെ ഗേറ്റ് വഴി വരണ്ട. പിറകിലെ പിതാംബരൻ ചേട്ടന്റെ പറമ്പിലെ സ്കൂട്ടർ ഒതുക്കിയിട്ടിട്ട് ഇതിലെ മതിൽ ചാടി വന്നാ മതി. ആരും കാണരുത്. എന്താ ഇവന്റെ ഉദ്ദേശം? ആ ഒരു ചിന്ത മനസ്സിൽ വന്നെങ്കിലും ദേവൻ പറഞ്ഞത് മറ്റൊന്നാണ്. ശരി വിശ്വ, ഞാൻ ഇറങ്ങുവാ. നിൽക്ക്, ഒരു കാര്യം കൂടി. വരുമ്പോഴേ നിന്റെ മൊബൈൽ എടുക്കണ്ട, അത് അവിടെ വെച്ചിട്ട് പോന്നാ മതി. നമ്മൾ രണ്ടും ഒരു സ്ഥലത്തുണ്ടായിരുന്നു എന്നത് ആരും ട്രേസ് ചെയ്യണ്ട. ദേവന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ വിശ്വൻ ഫോൺ കട്ട് ചെയ്തു. ഫോൺ കയ്യിൽ പിടിച്ച് ഒരു നിമിഷം ദേവൻ അനങ്ങാതെ നിന്നു. മൊബൈൽ ഒഴിവാക്കാൻ പറഞ്ഞതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ എത്രത്തോളം ഗുരുതരമാണെന്ന് അവന് മനസ്സിലായി. വിശ്വൻ എന്തൊക്കെയോ മുൻകൂട്ടി കാണുന്നുണ്ട്. സമയം കളയാനില്ലായിരുന്നു. കള്ളിമുണ്ടഴിച്ച് പകരം ഒരു ജീൻസും ടീഷർട്ടും എടുത്തു ധരിച്ച ശേഷം ദേവൻ മേശപ്പുറത്തിരുന്ന ഫോണിലേക്ക് ഒന്ന് നോക്കി. ഗൗരിയോട് പറയണോ? വേണ്ട. ഇത്രയും റിസ്ക്കുള്ള കാര്യത്തിന് പോകുമ്പോൾ അവളെ കൂടി വെറുതെ ടെൻഷൻ അടിപ്പിക്കണ്ട. മാത്രമല്ല, ഫോൺ കൊണ്ടുപോകാനും കഴിയില്ല. വന്നിട്ട് തിരികെ പറയാം. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അവനത് മേശ വലിപ്പിനുള്ളിൽ തന്നെ വെച്ചു. ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് അവൻ ഹാളിലേക്ക് ഇറങ്ങി. അമ്മയുടെ മുറിയിൽ വാതിൽ പാതി ചാരിയ നിലയില. അകത്തുനിന്നും നേരിയ കൂർക്കമ്പലി കേൾക്കാം. പൂച്ച നടക്കുന്നത് പോലെ ശബ്ദമുണ്ടാക്കാതെ അവൻ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയിട്ട് വാതിൽ പുറത്തുനിന്നും താക്കോലിട്ട് പൂട്ടി. ഇരുട്ട് നിറഞ്ഞ വീടിന്റെ പിൻവശത്ത് ആ പഴയ സ്കൂട്ടർ ഒരു നിഴൽ പോലെ ഇരിപ്പുണ്ട്. സ്റ്റാർട്ട് ചെയ്താൽ ശബ്ദം കേൾക്കുമെന്നുള്ളത് കൊണ്ട് അവൻ സ്കൂട്ടർ മെല്ലെ തള്ളി ഗേറ്റിന് പുറത്തേക്ക് എത്തിച്ചു. ഗേറ്റ് ചാരി അല്പം കൂടി ദൂരേക്ക് നീക്കിയ ശേഷമാണ് അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. രാത്രിയുടെ നിശബ്ദതയിൽ സ്കൂട്ടറിന്റെ ഇരമ്പൽ ഒരു അസ്വാരസ്യം പോലെ മുഴങ്ങി. വിജനമായ റോഡിലൂടെ കൊയ്യാരത്തു മന ലക്ഷ്യമാക്കി ദേവൻ കുതിച്ചു. തണുത്ത കാറ്റ് മുഖത്തടിക്കുന്നുണ്ടായിരുന്നു. റോഡിലെ തെരുവിളക്കുകൾ ഒന്നിനു പുറകെ ഒന്നായി പിന്നിലേക്ക് മാഞ്ഞു പോയിക്കൊണ്ടിരുന്നു. എന്തിനായിരിക്കും കൊയ്യാരത്തു മന തിരഞ്ഞെടുത്തത്? വർഷങ്ങളായി ആരും തിരിഞ്ഞു നോക്കാതെ കാട് പിടിച്ചു കിടക്കുന്ന കൊലപാതകത്തിന്റെ ചോരപ്പാടുകൾ വീണ ആ തറവാട് അവിടെ ഒറ്റയ്ക്കാണോ? അതോ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇരുട്ട് കനത്ത വഴികളിലൂടെ മുന്നോട്ടു പോകും തോറും അനിശ്ചിതത്വം നിറഞ്ഞ ചിന്തകൾ അവന്റെ ഉള്ളിൽ നിഴൽ പരത്തിക്കൊണ്ടിരുന്നു. പീതാംബരൻ ചേട്ടന്റെ പറമ്പിലെ പടർന്നു പിടിച്ച കാട്ടുചെടികൾക്കിടയിലേക്ക് ദേവൻ തന്റെ സ്കൂട്ടർ തള്ളിക്കയറ്റി. റോഡിൽ നിന്നാൽ പെട്ടെന്നൊന്നും ആരും കാണാത്ത വിധം ഇരുളിലേക്ക് അത് ഒളിപ്പിച്ചു വെച്ചു. ചുറ്റും കനത്ത നിശബ്ദയായിരുന്നു. ദൂരെ എവിടെയോ നിന്ന് ഒരു മൂങ്ങയുടെ മൂളൽ മാത്രം കേൾക്കാം. ദേവൻ പതുക്കെ മതിലിനരികിലേക്ക് നീങ്ങി. ഉയരം കുറഞ്ഞ മതിലാണെങ്കിലും അതിന് മുകളിലേക്ക് കയറുമ്പോൾ ആശങ്കകൾക്കിടയിലും അവന്റെ ഉള്ളിൽ ഒരു ചിരി പൊട്ടി മുളച്ചു. ആരെങ്കിലും കണ്ട ഇത് മതി. ഇൻസ്പെക്ടർ ദേവൻ പാതിരാത്രി കൊയ്യാരത്ത് മനയുടെ മതിൽ ചാടിയതെന്തിന് എന്നും പറഞ്ഞ് നാളെ റീൽ ഇറങ്ങും. ചിരി അടക്കിപ്പിടിച്ച് അവൻ മതിലിന് മുകളിലൂടെ അപ്പുറത്തേക്ക് ചാടി. കാലുകൾ കൊയ്യാരത്തു മനയുടെ മണ്ണിൽ തൊട്ടതും ഒരു തണുപ്പ് ശരീരത്തിലേക്ക് അരിച്ചു കയറുന്നത് പോലെ അവന് തോന്നി. വർഷങ്ങളായി ആൾതാമസമില്ലാതെ ജിത്തുവിന്റെ അച്ഛന്റെ കൊലപാതകത്തിന് ശേഷം ശാപമേറ്റതുപോലെ കിടക്കുകയാണ് കൊയ്യാരത്തുമന. പറമ്പ് നിറയെ കാട് പിടിച്ചു കിടക്കുന്നു.
മനുഷ്യവാസമില്ലാത്തതിന്റെ ഗന്ധം അവിടെ തങ്ങി നിൽപ്പുണ്ടായിരുന്നു. കാറ്റിൽ ഉലയുന്ന വാഴയിലകളും കുറ്റിച്ചെടികളും ഇരുട്ടിൽ വിചിത്ര രൂപങ്ങൾ പോലെ തോന്നിച്ചു. കാലിനടിയിൽ കരിയിലകൾ ഞെരിഞ്ഞവരുന്ന ശബ്ദം പോലും ആ നിശബ്ദതയിൽ വലിയൊരു ചലനമുണ്ടാക്കി. മുട്ടിനു മുകളിലായി വളർന്നു നിൽക്കുന്ന പുല്ലുകൾ വകഞ്ഞുമാറ്റി വീടിന്റെ പിൻവശത്തേക്ക് അവൻ നടന്നു. മനയുടെ ഭീമാകാരമായ നിഴൽ അവിടെ വീണ് കിടക്കുന്നു. പിൻവശത്തെ ആ പഴയ വാതിൽ കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ചു തുടങ്ങിയിരുന്നു. ഒന്ന് തൊട്ടാൽ തകർന്നു വീഴുമോ എന്ന് തോന്നിപ്പിക്കുന്ന ആ വാതിൽ പാതി തുറന്നു കിടക്കുകയായിരുന്നു. ദേവൻ അത് മെല്ലെ തള്ളി തുറന്നു. വല്ലാത്തൊരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് വാതിൽ തുറന്നു. അകത്ത് കൂരിരുട്ടായിരുന്നു. എങ്കിലും ഇടനാഴിയുടെ അറ്റത്തുള്ള മുറിയിൽ നിന്നും ഒരു നേരിയ വെളിച്ചം അരിച്ചിറങ്ങുന്നത് ദേവൻ കണ്ടു. ചുവരുകളിൽ പിടിച്ചുകൊണ്ട് അവൻ ആ വെളിച്ചം ലക്ഷ്യമാക്കി നടന്നു. മുറിക്കുള്ളിൽ ഒരു മെഴുകുതിരിയുടെ മങ്ങിയ വെളിച്ചത്തിൽ ഭിത്തിയിൽ ചാരി നിൽക്കുന്ന രൂപം കണ്ടതും ദേവന്റെ ശ്വാസം നേരെ വീണു. വിശ്വൻ തിരിഞ്ഞു നോക്കി. മെഴുകുതിരി വെളിച്ചത്തിൽ അവന്റെ മുഖം ക്ഷീണിച്ചതാണെങ്കിലും കണ്ണുകളിൽ ആ പഴയ ജ്വാലയുണ്ടായിരുന്നു. ദേവൻ ഓടിച്ചെന്ന് വിശ്വനെ കെട്ടിപ്പിടിച്ചു. കാലത്ത് മുതൽ നടക്കുന്ന സംഭവ വികാസങ്ങൾക്കിടയിൽ അവനെ സുരക്ഷിതനായി കണ്ടതിന്റെ ആശ്വാസം ദേവന്റെ ആലിംഗനത്തിലുണ്ടായിരുന്നു. നീ എപ്പോ നാട്ടിലെത്തിയടാ? ദേവൻ വിശ്വനെ പിടിച്ചുമാറ്റി നിർത്തി ചോദിച്ചു. അതൊന്നും പറയാൻ സമയമില്ല ദേവ, സമയം കുറച്ചേ ഉള്ളൂ. ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, വിശ്വൻ വേഗത്തിൽ പറഞ്ഞു. അപ്പോഴാണ് മുറിയുടെ ഇരുളടഞ്ഞ മൂലയിലെ അനക്കം ദേവൻ ശ്രദ്ധിച്ചത്. അവൻ അങ്ങോട്ട് നോക്കിയപ്പോ കോളനിയിലെ പ്രദീപും സുധീഷും ആകാംക്ഷ നിറഞ്ഞ മുഖങ്ങളുമായി അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇവരുണ്ട് ഇവിടെ? ദേവൻ അത്ഭുതത്തോടെ ചോദിച്ചു. ഉണ്ട്, വിശ്വൻ അവരുടെ നേരെ നോക്കി. അവിടെ എത്ര പേരുണ്ടാവുമെന്ന് നമുക്കറിയില്ലല്ലോ, അതുകൊണ്ട് ഇവരെയും വിളിച്ചതാ. എവിടെ? നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ദേവനൊന്നും മനസ്സിലായില്ല. വിശ്വൻ മെഴുകുതിരി നാളത്തിലേക്ക് നോക്കി ഗൗരവത്തിൽ പറഞ്ഞു. എടാ, ശ്രീനിലയത്തിൽ ആ പെൺകൊച്ചി രശ്മിക, അവൾ മനഃപൂർവ്വമായിരിക്കില്ല എനിക്കെതിരെ അങ്ങനെ ഒരു പരാതി ഉന്നയിച്ചത്. അതിന് പിന്നിലെ ആ രാജേന്ദ്രനായിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നില്ലേ? പൂവ്. ദേവൻ തലയാട്ടി. രാജേന്ദ്രൻ മാത്രമല്ല, അയാളുടെ അളിയൻ ആ ഗംഗാധരനുണ്ടാകും. അയാളാ ഇവന്മാരുടെ തലച്ചോറെന്ന് ഞാൻ അറിഞ്ഞു. അത് സത്യമാണോ എന്നറിയാൻ ഞാനൊന്ന് ശ്രമിച്ചതാ. എങ്ങനെ? അന്ന് സജീവനെതിരെ പരാതി പറയാൻ രശ്മിക നിന്റെ വീട്ടിൽ വന്നപ്പോ അവരുടെ കൂട്ടത്തിൽ ആ ഭാരതി ചേച്ചി ഉണ്ടായിരുന്നുവെന്ന് ശാരദാമ്മ പറഞ്ഞു. പ്രദീപനെ കൊണ്ട് ഞാൻ അവരെ ഒന്ന് തപ്പി നോക്കിയതാ, ആ ഭാരതി ചേച്ചി. പക്ഷെ അവര് വീട്ടിലുണ്ടായിരുന്നില്ല. ദേവൻ നിരാശയോടെ പറഞ്ഞു നിർത്തി. അത് കേട്ട് വിശ്വന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. ആ കാര്യം പ്രദീപനോട് പറഞ്ഞു. അവരെ നീ ഇനി ശ്രീനിലയത്തിൽ തപ്പിയിട്ട് കാര്യമില്ലടാ. ആ രശ്മികയും ഭാരതി ചേച്ചിയും ഇപ്പോൾ ശ്രീനിലയത്തിലില്ല. പിന്നെ? ദേവന്റെ കണ്ണുകൾ വിടർന്നു. പിന്നെ എവിടെയാ അവരുള്ളത്? ആ ചോദ്യത്തിന് മറുപടി പറയാൻ ദേവൻ ഒരു നിമിഷം എടുത്തു. മെഴുകുതിരിയുടെ നാളം കാറ്റിൽ ഒന്നുലഞ്ഞു. അതിന്റെ നിഴൽ ചുവരുകളിൽ നൃത്തം വെച്ചു. കൃത്യമായിട്ട് അറിയില്ല, എങ്കിലും എനിക്കൊരു ചെറിയ ഊഹമുണ്ട് ദേവ. മറുപടിയൊന്നും പറയാതെ വിശ്വന്റെ ചുണ്ടുകളിൽ നിന്നും വീഴാൻ പോകുന്ന വാക്കുകൾക്കായി ദേവൻ കാത്തുനിന്നു. ആ കാടിനോട് ചേർന്ന് പണ്ട് നമ്മുടെ ഗൗരിയുടെ അച്ഛൻ പണി കഴിപ്പിച്ചിരുന്ന ഒരു പഴയ റിസോർട്ടില്ലേ? പിന്നീട് അത് വാങ്ങിയത് രാജേന്ദ്രനായിരുന്നല്ലോ. ഇപ്പോ അവിടെ ആ കെട്ടിടം മാത്രമേ ഉള്ളൂ. വർഷങ്ങളായിട്ട് അത് അടച്ചിട്ടിരിക്കുക. എന്റെ സംശയം ശരിയാണെങ്കിൽ അവരവിടെ ഉണ്ടാകാനാ സാധ്യത. അതൊരു വെറും സംശയമല്ലെന്ന് വിശ്വന്റെ കണ്ണുകളിലെ തിളക്കം പറയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇരുട്ടിൽ നിന്നും സുധീഷിന്റെ ശബ്ദമുയർന്നത്. അതെ ദേവ, കഴിഞ്ഞ ദിവസം അവിടെ വെച്ച് അപരിചിതരായ ചിലരെ കണ്ടെന്ന് നമ്മുടെ പിള്ളേരും പറയുന്നുണ്ടായിരുന്നു. എന്നാൽ പ്രദീപിന്റെ മുഖത്ത് ആശങ്കയായിരുന്നു. അവൻ വിശ്വനെയും ദേവനെയും മാറി മാറി നോക്കി. പക്ഷെ അവരവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായും നല്ല കാവലും കാണൂലേ? നമ്മൾ 4 പേര് മാത്രം പോയാൽ മതിയാവോ? പ്രദീപിന്റെ ചോദ്യം കേട്ടതും ദേവൻ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ പഴയ വീറും ആത്മവിശ്വാസവും നിറഞ്ഞു നിന്നിരുന്നു. അവൻ പ്രദീപിന്റെ തോളിൽ കൈവച്ചു. നമ്മൾ 4 പേരും ചേർന്ന് ചെയ്തിട്ടുള്ള പഴയ കാര്യങ്ങളൊക്കെ നീ മറന്നു പ്രദീപ്? ഇതിലും വലിയ എത്രയോ പ്രശ്നങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പ്രദീപിന്റെ മുഖത്തെ മുറുക്കം അയഞ്ഞു. അവൻ നേരിയ ചമ്മലോടെ ചിരിച്ചപ്പോ സുധീഷ് അവന്റെ തോളിൽ തട്ടി കൂടെ ചിരിച്ചു. ദേവന്റെ മനസ്സ് വീണ്ടും ചിന്തകളിൽ ഉഴറുകയായിരുന്നു. അവൻ ഗൗരവത്തോടെ വിശ്വനെ നോക്കി. അവര് ശ്രീനിലയത്തിലില്ല എന്ന് നീ എങ്ങനെ അറിഞ്ഞു? അവിടെ പോലീസുകാർ കാവലില്ലേ? ഉണ്ട്. പാർട്ടിക്കാര് പ്രശ്നമുണ്ടാക്കാതിരിക്കാൻ ശ്രീനിലയത്തിന് മുന്നിൽ പോലീസുണ്ട്. പക്ഷെ അവിടെ ഡ്യൂട്ടിയിലുള്ളതിൽ 2 പേരെ നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടർ പ്രതാപന് വേണ്ടപ്പെട്ടവരാ. അവന്മാരെ വഴി അറിഞ്ഞതാ. അവിടെ അകത്ത് രാജേന്ദ്രനും അയാളുടെ ഭാര്യയും അളിയനും മാത്രമേ ഉള്ളൂ. ദേവൻ ഒന്ന് മൂളി. പിന്നെ ആലോചിച്ചുറപ്പിച്ചതുപോലെ ചോദിച്ചു. അങ്ങനെയാണെങ്കിലേ നമ്മൾ നേരെ ആ റിസോർട്ടിലേക്ക് പോവുകയല്ലേ? അതൊരു ചോദ്യമായിരുന്നില്ല, മറിച്ച് ഒരു തീരുമാനമായിരുന്നു. വിശ്വൻ പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു.
ഒരു ദീർഘശ്വാസമെടുത്ത് പുകച്ചുരുളുകൾ മേലെ കൂതിവിടുമ്പോൾ അവന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. ഒരുപാട് അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ച വെല്ലുവിളികളെ ഇഷ്ടപ്പെടുന്ന പഴയ വിശ്വന്റെ ചിരി. അവൻ പുകയൂതി വിട്ടുകൊണ്ട് ദേവനെ നോക്കി. ദേവൻ അപ്പോഴും എന്തോ ആലോചനയിലായിരുന്നു. എന്താടാ? വിശ്വൻ ചോദിച്ചു. വിശ്വ, ഇനി നമ്മൾ കരുതിയതുപോലെ അവരവിടെ ഇല്ലെങ്കിൽ? ആ ചോദ്യം വീണതും വിശ്വന്റെ ചുണ്ടിലെ ചിരി മാഞ്ഞു. അന്തരീക്ഷത്തിൽ പെട്ടെന്നൊരു കനം തൂങ്ങി. സിഗരറ്റ് അവന്റെ വിരലുകൾക്കിടയിൽ പുകഞ്ഞുകൊണ്ടിരുന്നു. അവൻ ദേവന്റെ കണ്ണുകളിലേക്ക് നോക്കിയ നോട്ടത്തിൽ ഭയപ്പെടുത്തുന്ന എന്തോ ഒന്നുണ്ടായിരുന്നു. അവരവിടെ ഇല്ലെങ്കിൽ പ്രശ്നമാണ് ദേവ. വിശ്വൻ സിഗരറ്റ് പുക ഒന്നുകൂടി ഉള്ളിലേക്കെടുത്തു. അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത്, പോകും വഴി നമുക്ക് ഗൗരിയെ ആര്യകത്തു നിന്നും മാറ്റണം. ദേവന്റെ നെറ്റി ചുളിഞ്ഞു. എന്തിന്? ഗൗരി എന്തിനു മാറ്റണം? വിശ്വൻ സിഗരറ്റ് താഴെയിട്ട് ചവിട്ടിക്കെടുത്തി. നാളെ കാലത്ത് നിന്റെ ട്രാൻസ്ഫർ ഓർഡർ വരും. പകരം വരുന്നത് ആരാണെന്നറിയോ? ആ പഴയ ഹരിഹരൻ. മിക്കവാറും നാളെ വെളുപ്പിന് തന്നെ അയാൾ കൊറ്റങ്കാവിലെത്തും. ആ പേര് കേട്ടതും ദേവൻ ഞെട്ടി. ഗൗരിയെ അവർ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് ദേവ. സജീവന്റെ കൊലപാതക കുറ്റം അവളുടെ തലയിൽ വെക്കാനാ പ്ലാൻ. ഡിവൈഎസ്പി രഞ്ജനെ നിനക്ക് അറിയാലോ. നമ്മളിവിടെ നിന്നും മാറിയാൽ അയാൾ സാധാരണന്റെ ആളാകും. പിന്നെ അവന്മാര് പറയുന്നത് മാത്രമേ അയാൾ കേൾക്കൂ. നമുക്കിപ്പോ ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം രശ്മിയെ കണ്ടുപിടിക്കുക എന്നതാ. വിശ്വന്റെ ഓരോ വാക്കും ദേവന്റെ നെഞ്ചിൽ ആണി അടിച്ചതുപോലെ കൊള്ളുകയായിരുന്നു. ഹരിഹരൻ തിരിച്ചു വരുന്നു. ഗൗരി അപകടത്തിലാണ്. ചിന്തിക്കാൻ പോലും സമയം കിട്ടും മുൻപേ കാര്യങ്ങൾ കൈവിട്ടുപോവുകയാണ്. എന്തു ചെയ്യണമെന്നറിയാതെ അനിശ്ചിതത്വത്തിന്റെ മുൾമുനയിൽ ദേവൻ പകച്ചു നിന്നു. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.